ഞാൻ പോട്ടെ മാഷ. എവിടെ പോകണം? അല്ല അവിടെ 2 പീരീഡായി ക്ലാസ് തുടങ്ങിയിട്ട്. 2 മണിക്കൂർ മാഷ് പഠിപ്പിച്ചില്ലേ? ഇനി 1 പീരീഡ് റെസ്റ്റ് എടുക്കുക. അല്ല മാഷേ, കുട്ടികളവിടെ വെയിറ്റ് ചെയ്യല്ലേ? മാഷേ, ഈ കുട്ടികൾ അവിടെ ഇരുന്നോളൂ. അവർക്ക് കുറച്ച് സമയം മാഷ് സമാധാനം കൊടുക്ക്. എൻ്റെ മാഷേ, ഇത് ലോക്കൽ കളിയല്ല, ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിന് പറ്റിയ കളിയാണ്. ഏത് ഈ പാമ്പും കൂടി? എന്താ മാഷ പറയുന്നത്? അതെ, കെമിസ്ട്രി മാഷിനെ പറ്റി ഒരു പരാതി പറഞ്ഞുണ്ട്. മാഷ് കുട്ടികളെ മണ്ടത്തരങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന്. ആര് പറഞ്ഞു? ഞാനല്ല, രക്ഷകർത്താക്കൾ പറയുന്നു. എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷമായില്ലേ. അതുകൊണ്ട് മാഷ് കൊടുത്ത് ഫിസിക്കൽ ട്രെയിനർ അല്ലേ? ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കളി പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ. ഇപ്പം നോക്കിയാൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ള ഇങ്ങനത്തെ കളികളായിരിക്കും. പാമ്പും കോണി, ലുഡു, ചെസ്സ്, ക്യാരംസ്. അത് മാഷ് അതിന് കാര്യമുണ്ട്. കുട്ടികൾ ആദ്യം ഇതൊക്കെ കളിച്ച് നല്ല ഇരുത്തം വന്ന് നല്ല കുട്ടികളായി മാറണം. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം മറ്റേ കളികൾ പഠിപ്പിച്ചാൽ മതി. ഇരുത്തം വന്നിട്ട് ട്രെയിനിങ് ഉള്ള ഒരു കളിയും കൂടി ഇനി കുറവുള്ളൂ. ആ ചീട്ടുകളി കൂടി പഠിപ്പിക്കും. അത് കൊള്ളാം, നല്ല കളിയാണ് കേട്ടോ. ബ്രെയിൻ മാഷേ, മാഷെ പോലെ കളിച്ചിട്ട് പോവാം. മാഷെ ലുഡു കൂടെ ഉണ്ട്, അത് കളിച്ചിട്ട് പോവാം. എന്തൊരു മാഷാണ്. ഇപ്പം ആരെ കൂടെ കളിക്കും? ആരെയൊക്കെ തപ്പിട്ട് വരാം. അവിടെ കേട്ടോ. എല്ലാം ക്ലാസ്സിന് വെളിയിലാണ്. ഒറ്റ എണ്ണം ക്ലാസ്സിൽ കയറില്ല. ഇതുള്ളതുകൊണ്ട് എല്ലാം കയറിപ്പോയി. സാറിങ്ങനെ എല്ലാ ദിവസവും കിടന്ന് ഓട്ടവും ചാട്ടവും എക്സസൈസും ഒക്കെ ചെയ്യേണ്ടത്, എന്നിട്ട് വണ്ണം കുറയണില്ലല്ലോ. ആണ്, പള്ളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഓട്ടവും ചാട്ടവും നടത്തുന്നത് വണ്ണം കുറയാനല്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എനർജറ്റിക് ആയിട്ട്. അല്ല മാഷേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഇങ്ങനെ മണ്ടിപ്പിച്ചിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊന്നും ഒരു ട്രോഫി പോലും കിട്ടില്ലല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ സ്കൂളിൽ ഒരു പ്രൈസ് മേടിപ്പിക്കും. അങ്ങനെ? പക്ഷേ നമ്മുടെ മ്യൂസിക് ടീച്ചറിന്റെ സഹായം വേണം. അതിന്റെ മ്യൂസിക്കും പീട്ടിയും തമ്മിൽ അതായത് ഈ പിള്ളേരെ ഉണ്ടല്ലോ, അത്ലറ്റിക്സിനെയൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് നമ്മുടെ മ്യൂസിക് ടീച്ചറിന്റെ ഒരു 4 വരി പാട്ട് അതങ്ങോട്ട് കേൾക്കണതും പിള്ളേരെയൊക്കെ ഓടി രക്ഷപ്പെടൂലേ. അവരൊക്കെ മിടുക്കന്മാരായ ഓട്ടക്കാരായി മാറും. കുട്ടികൾ മാത്രമല്ല, മാഷുമാരും കണ്ടു. പോണ് പീട്ടി മാസാ. പിന്നെ സ്റ്റോർ റൂമിൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സാധനം കാണാണ്ടായിട്ടുണ്ട്. അല്ല അത് എന്ത് സാധനം കാണാതായത്? എന്ത് സാധനം പറ സുമേഷ് ചേട്ടാ. മുട്ട. മുട്ടയാണെങ്കിലേ അത് മൊയ്തു സാറായിരിക്കും. ദിവസം 2 പുഴുങ്ങിയ മുട്ട സാറ് തിന്നാറുണ്ട്. ഇന്നും കൊടുത്തിട്ട് കാട്ടണം. സോറി സാറേ, നിങ്ങൾ മാണ്ടാത്ത വർത്താനം പറയരുത്. നമ്മളെ പെരയിൽ നമ്മളെ സുബൈദൊക്കെ എടുത്ത മുട്ടാണ് നമ്മൾ കൊണ്ടുവരല്. സംശയം ചോദിച്ചു നോക്കി. ആ സാറിന്റെ വീട്ടിൽ മറ്റേ നാടൻ കോഴി എനിക്കറിയാവുന്നതാണ്. ആ കോഴിന്റെ മുട്ട മറിമായം.